ഉപരിപഠനത്തിനായി കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉണ്ടായത് 92% വർധനവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ പഠനത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും അർച്ചന രവീന്ദ്രൻ. ലോകത്തെ 182 രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ട്. പ്രവാസികളാകുന്നവരിൽ അധികവും 15 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇത് ഏകദേശം 62%-ഓളമാണെന്നാണ് കുടിയേറ്റ സർവേ റിപ്പോർട്ടിൽ പറയുന്നതും. കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. 92% വർധനവാണ് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. അതേസമയം മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഉപരിപഠനം നടത്തുന്നത് ഓസ്ട്രേലിയയിലാണ്. മലയാളി വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ 30%-ഓളം ഉണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 10 പ്രവാസികളുടെ കണക്കെടുക്കുമ്പോൾ 2 പ്രവാസികൾ ജോലിയില്ലാതെ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. ഇത്തരത്തിൽ 3.5 ലക്ഷത്തോളം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം തിരികെ എത്തിയിട്ടുണ്ട്. നിലവിലെ ജനസംഖ്യയിൽ കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 16% മാത്രമാണുള്ളത്. ഇതിൽ മൊത്തം ജനസംഖ്യയുടെ 7.9% തൊഴിൽ രഹിതരാണ്. അതേസമയം ആഭ്യന്തര കുടിയേറ്റത്തിലും കേരളം തന്നെയാണ് മുന്നിൽ. കർണാടകയിലേക്കാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്നതെന്നാണ് വിവരം. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അർച്ചന രവീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ, അതും പഠനത്തിനായി പോകുന്നു, പിന്നീട് അവിടെ തന്നെ ഒരു ജോലി സ്വന്തമാക്കുന്നു, അതിനുശേഷം കുറേ ആളുകൾ അവിടെ തന്നെ തുടരുന്നു, അവിടെ ഗ്രീൻ കാർഡൊക്കെ എടുത്ത് അവിടെ തന്നെ കൂടുന്നു, ചിലർ മാത്രമാണ് നാട്ടിലേക്ക് തിരിച്ച് വരുന്നത്. ഈ ഒരു മേഖലയിൽ നടത്തിയ പഠനത്തിൽ നിന്ന് പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അർച്ചന? ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികളാണ് രാജ്യത്തിന് പുറത്തുപോയി ഉന്നത പഠനത്തിനായി പുറത്തുപോയി പഠിക്കാൻ പോകുന്നത്. ഏകദേശം കഴിഞ്ഞ 6 വർഷത്തോളമായി 92%-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പഠിക്കാൻ പോയി എന്ന വിവരമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കണക്കുകളിൽ പറയുന്നത്. ഏകദേശം 92%-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പുറത്തുപോയി പഠിക്കുന്നത്. അധികവും ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവർ പഠിക്കാനായി അല്ലെങ്കിൽ പഠനം കണ്ടെത്തുന്നതിനായി പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം അല്ലെങ്കിൽ 50 ലക്ഷത്തോളം പ്രവാസികളാണെന്ന റിപ്പോർട്ട് കൂടെ ഇവർ പറയുന്നുണ്ട്. 50 ലക്ഷത്തോളം ആളുകൾ പ്രവാസികളാണ്. ഇത്തരത്തിൽ 15 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രവാസികളായി ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന വിവരമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പുതിയ സർവേയിൽ അറിയിക്കുന്നതും. ഏകദേശം 50 ലക്ഷത്തോളം പ്രവാസികൾ തന്നെ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു തൊഴിൽ സാഹചര്യം കൂടെ നമ്മൾ ഒന്ന് കാണേണ്ടതാണ്. കാരണം എത്രത്തോളം തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നൊരു സാഹചര്യം നമ്മൾ പറയേണ്ടതാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം തൊഴിലില്ലായ്മ ഒരു പ്രശ്നമേ അല്ല, കേരളത്തിൽ യാതൊരു തൊഴിലില്ലായ്മയും ഇല്ല എന്ന് പറയുമ്പോൾ കൂടെ ഇത്തരത്തിൽ വരുന്ന സ്റ്റഡി റിപ്പോർട്ടുകളൂടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയൊരു തൊഴിലില്ലായ്മ ക്ഷാമം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരത്തിൽ ഗുലാത്തി സർവേ ആയാലും ഒരുപാട് സർവേകൾ ഇത്തരത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം മുൻനിർത്തി പറയുന്നുണ്ട്. സുജയ. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഉപരിപഠനത്തിന് കേരളം വിടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അർച്ചന, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ രാവിലെ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രതികരിച്ചോ മന്ത്രി? ഇല്ല മാം, പ്രതികരിച്ചിട്ടൊന്നുമില്ല. നോക്കുന്നുണ്ട്. പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ പ്രതികരണമാണ് ഇതിൽ വേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തെ മറികടക്കുക, എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം, അതുകൂടി നമുക്ക് നോക്കാം. താങ്ക് യു. അർച്ചന രവീന്ദ്രനാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി